ഹലോ, നമുക്ക് നല്ല അടിപൊളി ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ. പുഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന നല്ല സാധാ പുഡിങ് ഒന്നല്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി പുഡിങ്. ഇത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാ ആടോ ഉണ്ട്, അത്രക്ക് ടേസ്റ്റ് ഉണ്ടോളല്ലേ നമ്മൾ പറയുന്നത്. ഇത് നല്ല അടിപൊളി പുഡിങ്ങാന്ന്. എന്നാൽ പിന്നെ എന്ത് പണിയെടുത്തോ ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് 10 ഗ്രാം ചൈന ഗ്രാസ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും പാർന്ന് നല്ല പോലെ കുതിരാൻ വെക്കണം. ഈ ചൈന ഗ്രാസ് വെള്ളം പാർന്നേ. അപ്പോൾ മാങ്ങ വേണം കേട്ടോ. 3 മാങ്ങ, ഒരു ബ്രെഡ് തേച്ചൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, പാല്, വാനില എസൻസ്. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് നമ്മളെ മാങ്ങയിലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിടണേ. നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ടത് നമുക്ക് നല്ല പോലെ കുത്തി ചീച്ചിങ്ങെടുക്കാം. എന്തിനാന്നല്ലേ കുത്തി ചീക്കുന്നേ. കുത്തി ചീച്ചെടുത്താൽ നമുക്ക് ചെറിയ കഷ്ണം പോലെ കിട്ടും. എന്നാലും കഷ്ണമൊന്നും വെക്കല്ലേ, നിങ്ങൾ നല്ലോണം ചീച്ചെടുക്കണം. പിന്നെ നമ്മൾ കുതിർത്തി വെച്ച് നമ്മളെ ചൈന ഗ്രാസില്ലേ അതും, പിന്നെ ഒരു കപ്പ് പഞ്ചസാര, 1 കപ്പല്ലേ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് മധുരമാണെങ്കിൽ മാത്രം ഇട്ടോ. ഇത് നേരെ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പതിപ്പിച്ചിങ്ങെടുക്കണം. നമ്മൾ തിളപ്പിച്ചെടുക്കണം എന്ന് പറയില്ലേ, അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നേരോ 1/2 കപ്പ് പാല് ആദ്യം പാർന്ന് നല്ല പോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഒന്ന് നല്ലോണം പതപ്പിച്ചിങ്ങെടുക്കണം. അതായത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ തിളച്ച് വരണം. നല്ല പോലെ തിളച്ച് വന്നാൽ പിന്നെയും നമ്മൾ എന്ത് പണിയിരിക്കണോ, 1/2 കപ്പ് പാലും കൂടി. അപ്പോൾ 1 കപ്പ് പാലും വേണം കേട്ടോ ഈ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 1 കപ്പ് പാലും പറഞ്ഞ് നമ്മളെടുത്ത് വെച്ച 1/2 കപ്പില്ലേ, ആ 1/2 കപ്പ് പാലും പറഞ്ഞ് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. നല്ല പോലെ ഇളക്കിക്കോളെ, കൈവിടാണ്ട് ഇളക്കിക്കോ. നമ്മളെ ചൈന ഗ്രാസല്ലോ ഈ മിക്സി കിടന്ന് നല്ല പോലെ പതിച്ച് തരണം. എന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടിയത് എന്തെന്നാന്ന് വെച്ചാൽ നമ്മളെ പാല്, 1 കപ്പ് പാലിലേക്ക് 1/4 ടീസ്പൂൺ നമ്മളെ വാനില എസൻസും കുറച്ച് മിൽക്ക് മെയ്ഡ്, അതായത് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും. അത് രണ്ടും നിങ്ങൾക്ക് നോക്കി ഇടാം, കാരണം മധുരത്തിന് വേണ്ടിയിട്ടാ. നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പിലും കുറച്ച് കുറവ് മിൽക്ക് മെയ്ഡ് എടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയ ബ്രെഡാണ്, അതൊന്ന് തിളപ്പിച്ച് നിങ്ങൾ മാറ്റി വെച്ചോളെ, ഒന്ന് തണിഞ്ഞോട്ടെ നമ്മളെ മാങ്ങാൻ്റെ മിക്സും ഈ പാലിൻ്റെ മിക്സും. പിന്നെ നമ്മൾ 4 ബ്രെഡിൻ്റെ പാത്രം എടുത്ത് അപ്പോൾ 4 ബ്രെഡ് നിരത്തി വെച്ച് അതിലേക്ക് നമ്മൾ പാലിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നമ്മൾ പാലും മിൽക്ക് മെയ്ഡും വാനില എസൻസും പഞ്ചസാരയും ഇട്ട ആ മിക്സ് മേലെ നല്ല പോലെ ബ്രെഡിനെ പാർന്ന് കുളിപ്പിച്ച് വെക്കണം. എന്തിന്, അധികം ഓവർ വരണ്ട, നിങ്ങൾ നോക്കിയിട്ട് പാർന്ന് കേട്ടോ. അധികം ഓവറായാൽ അതിൻ്റെ ക്രിസ്പിനെസ് എല്ലാം അങ്ങ് പോവും. അപ്പോൾ അതിനനുസരിച്ച് പാർന്ന് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ നമ്മളെ മാംഗോ പുഡിങ്ങില്ലേ, തണുക്കാൻ വേണ്ടി വെച്ച മാംഗോ പുഡിങ് ഇതിൻ്റെ മേലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പോലെ നിരപ്പാക്കി വെച്ചോളേ. അങ്ങനെ നമ്മളെ മാംഗോ പുഡിങ്ങും നല്ല പോലെ നിരപ്പാക്കി ഇങ്ങെടുത്തോ. ആ സമയം കൊണ്ട് എന്താണ് എടുക്കണം, നിങ്ങൾ നമ്മളെ വിപ്പിംഗ് ക്രീമില്ലേ, വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയായ വിപ്പിംഗ് ക്രീമാണെങ്കിൽ നിങ്ങൾ എന്ത് പണി എടുക്കണോ, ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അത് വെള്ളം പോലെ ആയാൽ നേരെ നമ്മൾ പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിന് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമില്ലേ, അതായത് 1 കപ്പാട്ടാ, ഞങ്ങൾക്ക് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് 1 കപ്പ് മാത്രം മതി. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നല്ല പോലെ ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കണം. നല്ലോണം ബീറ്റ് ചെയ്യണേ. ബീറ്റർ ഉപയോഗിച്ച് സ്റ്റിഫാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എടുത്തിപ്പം ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിസ്ക് വെച്ച് നല്ല പോലെ മിക്സാക്കി എടുത്ത് ക്രീം അത് ടൈറ്റാക്കി എടുക്കണം. അത് നമ്മളെ മാംഗോ പുഡിങ്ങില്ലേ അതിൻ്റെ മേലേക്കിട്ട് നല്ല പോലെ നിരപ്പാക്കി എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നല്ലോണം മോഡലെല്ലാം ആക്കട്ടെ, ഇഷ്ടമുള്ള മോഡലിലാക്കാം. നമ്മളിപ്പം നിരപ്പാക്കി വെക്കുന്ന ഉള്ളൂ. അങ്ങനെ നല്ല പോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഇത് സെറ്റാക്കി എടുക്കണം. നമ്മളെ ജെല്ലി പുഡിങ് പോലെ ഭയങ്കര എന്നാ പറയുക, ജെല്ലി പോലെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ ആ ജെല്ലിനെക്കാട്ടും സൂപ്പർ ടേസ്റ്റാണ്.
പിന്നെ ഇഷ്ടപ്പെട്ട ഡെക്കറേഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിപ്പം 2-3 പ്ലംസ് എടുത്ത് മേലെ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ഡിസൈന് ആ ഡിസൈനിൽ ഇത് മാറ്റിയെടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഡിസൈനിങ് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് അനാറിൻ്റെ നീരും അതിൻ്റെ പൾപ്പും എന്താ പറയുക, അനാറിൻ്റെ കുറച്ച് നമ്മൾ നീരും അതിൻ്റെ മേലെ 2-3 അനാറും വെച്ച് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തേട്ടാ. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ എൻ്റെ പൊന്നോ അടിപൊളി സാധനം. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളോട് ഫീഡ്ബാക്ക് അറിയിക്കണേ, മറക്കണ്ട കേട്ടാ. കുട്ടികളെ മുന്നിൽ കൊണ്ടാക്കണ്ട, പിന്നെ തീർന്ന വൈദ്യുതിയില്ല. അത്രക്ക് ടേസ്റ്റ്. മസ്റ്റ് 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 ട്രൈ. സൂപ്പർ സാധനം എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ആരും മറക്കണ്ട. എല്ലാവരും ചെയ്തോളണേ. ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും.